സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പ്രിയരെ, ശ്രീമദ് നാരായണീയം 19ാമത്തെ ദശകം പ്രചേതസ്സുകളുടെ കഥയാണ് ആരംഭിച്ചത്. പൃഥു രാജാവിൻ്റെ പൗത്രനാണ് പ്രാചീന ബർഹിസ് എന്നും അതിൽ 10 പുത്രന്മാരുണ്ടായി എന്നും പറഞ്ഞു. പ്രചേതസ്സുകൾ എന്നവർക്ക് പേര്. അടുത്ത ശ്ലോകം: പിതുസ്ഥിതൃക്ഷാനിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതോ രഥാദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർ മനോഹരം. പ്ലസ് ശിക്ഷാനിരതസ്യ പിതു എന്നാണ്. ഭാവി തലമുറയിൽ സൃഷ്ടി ഉണ്ടാവണം, മക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവണം എന്ന് വിചാരമുള്ള പിതു. ശിക്ഷാനിരതസ്യ പിതു ശാസനാൻ. സൃഷ്ടികർമ്മത്തിൽ തൽപരനായ രാജാവിന് അച്ഛൻ്റെ ശാസനാൻ ദശാപിതേ ഈ 10 കുട്ടികൾ എന്ത് ചെയ്തു? ഭവത്തപസ്യാഭിരത അങ്ങയിൽ തപസ് ചെയ്യാനുള്ള താല്പര്യത്തോടു കൂടി. ഇവർക്കിപ്പോൾ എന്താണ് തപസ്സിൻ്റെ ആവശ്യം? എങ്ങനെ വിവാഹം കഴിക്കണം, എങ്ങനെ മക്കളുണ്ടാവണം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. പല ഉത്തരങ്ങളും പണ്ട് തപസ് കൊണ്ടാണ് കണ്ടെത്തിയിരുന്നത്. അങ്ങനെ പോയിട്ട് എവിടെ എത്തി? പശ്ചിമ പയോനിധിം ഏത്യ, പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രതീരത്തെത്തി. പയോനിധി സമുദ്രം, പശ്ചിമം പടിഞ്ഞാറ് ഭാഗത്ത്. കിഴക്കോർത്തും സമുദ്രം ഉണ്ടാവാമല്ലോ, ഇന്ത്യൻ മഹാസമുദ്രം. പടിഞ്ഞാറോട്ടുള്ള സമുദ്രതീരത്തെ ലക്ഷ്യമാക്കി നടന്ന് അതിൻ്റെ അടുത്ത് എന്ത് കണ്ടു? തത്തടേ, അതിൻ്റെ അടുത്തായിട്ട് മനോഹരം സരോവരം സന്തദൃശു, മനോഹരമായിട്ടൊരു തടാകം. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തുള്ള രുദ്രതീർത്ഥം ആണ് ഈ തടാകം എന്ന് ചിലർ പറയുന്നു. ഭാഗവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, തടാകം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഗുരുവായൂരത്തേണെന്ന് നാരായണീയത്തിലും പറഞ്ഞിട്ടൊന്നുമില്ല. ആ ഒരു തീർത്ഥത്തിൽ അവർ എത്തി. അപ്പോഴോ പരമേശ്വരൻ ഇവരെ കാണുകയാണ്. ഉടനെ ചോദിച്ചു, നിങ്ങൾ വേദിഷത്തിൻ്റെ മക്കളല്ലേ? അതെ. എന്താണ് ഇവിടെ ഇപ്പം ഇങ്ങനെ നിൽക്കാൻ കാരണം? തഥാ ഭവത് തീർത്ഥമിതം സമാഗതോ, ഈ പറഞ്ഞ തീർത്ഥത്തിൽ എത്തിച്ചേർന്നവരായ ഭവോ ഭവത് സേവകദർശനാദൃത, അങ്ങയെ സേവിക്കാൻ തൽപരരായ ആ കുട്ടികളുടെ അടുത്ത് പ്രകാശത്തോടു കൂടിയിട്ട് ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. പ്രകാശമാസാദ്യ പുരപ്രചേതസ ഉപാധിശത് ഭക്തതമസ്തവസ്തവം. എനിക്ക് വിഷ്ണു ഭക്തന്മാരെ വലിയ ഇഷ്ടമാണ് പറയാൻ പരമേശ്വരൻ. തൻ്റെ ഭക്തന്മാരെക്കാട്ടിലും പരമേശ്വരന് ഇഷ്ടം വിഷ്ണു ഭക്തന്മാർ. താനൊരു വിഷ്ണു ഭക്തനാണ്. അപ്പോൾ ഭക്തനെ കണ്ടാൽ ഇഷ്ടമില്ലാണ്ടിരിക്കുമോ? എനിക്ക് വിഷ്ണു ഭക്തന്മാരെ വലിയ എപ്പര രംഗത സാക്ഷാ പ്രധാൻ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. ഈ ശരീരത്തിൻ്റെ അപ്പുറത്തുള്ള ആത്മാവിനെ കാണുന്ന, അവരെ ആത്മസ്വരൂപി ഭജിക്കുന്ന, വിഷ്ണുവിനെ ഭജിക്കുന്ന ഭക്തന്മാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷ്ണുവിനെയാണ് ഭജിക്കാൻ നല്ലത്. അതിനൊരു സ്തോത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭാഗവത്തിലൊരു സ്തോത്രമുണ്ട്, രുദ്രഗീതം. വലിയൊരു സ്തോത്രമാണ്. അതിൽ 47 ശ്ലോകമാണ് ആകെ വരിക. 4-ാം സ്കന്ധം 24-ാം അധ്യായത്തിൽ രുദ്രഗീതം എന്ന് പറഞ്ഞിട്ടൊരു സ്തോത്രമുണ്ട്. ശിവൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒരു മന്ത്രത്തിൽ എത്ര അക്ഷരമുണ്ടോ അത്ര ലക്ഷമാണ് അത് സിദ്ധി വരാനും കാര്യം നടക്കാനും ചെല്ലേണ്ടത്. ഓം നമോ നാരായണായ എന്നുള്ളതിൽ 8 അക്ഷരമാണ്. അത് 8 ലക്ഷം പ്രാവശ്യം ചെല്ലണം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതിൽ 12 അക്ഷരമാണ്. 12 ലക്ഷം ചെല്ലണം. അക്ഷരം കൂടുന്തോറും ലക്ഷം കൂടും. ഈ രുദ്രഗീതത്തിൽ എണ്ണി നോക്കിയിട്ട് എത്രയോ അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു, ഓർമ്മയില്ല എത്രയുണ്ട്, 1000 ചില്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര ലക്ഷം പ്രാവശ്യം ചെല്ലണം ആ മന്ത്രം സിദ്ധി വരണമെങ്കിൽ. ഇപ്പം കുട്ടികളെ ഇത് നിങ്ങൾ ചെല്ലിക്കോളൂ, എന്നാൽ ഈശ്വരൻ പ്രത്യക്ഷമാവുമെന്നും ഈശ്വര സാക്ഷാത്കാരമുണ്ടാവുമെന്നും ശ്രീ പരമേശ്വരൻ അവരോട് പറഞ്ഞു കൊടുത്തു. അതിൽ പല കാര്യങ്ങളും പറയുന്നൊരു വലിയ സ്തോത്രമാണ്.
നമസ്തേ വാസുദേവായ സംഘർഷണായ ച എന്നൊക്കെ പറഞ്ഞിട്ട് പ്രദ്യുന്നായാനിരുദ്ധായ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വാസുദേവനും സംഘർഷനും അനിരുദ്ധനും പ്രദ്യുനും നമ്മുടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ 4 ദേവനാണ് ആത്മീയ ആ ഒരു അർത്ഥത്തിൽ, ആത്മീയ ടെർമിനോളജി എന്ന് പറയും അതിൽ വരുന്നത്. ഇതിനൊക്കെ ഓരോ ദേവതയുണ്ട്. ചിത്തത്തിൻ്റെ ദേവനാണ് വാസുദേവൻ, അഹങ്കാരത്തിൻ്റെ ദേവതയാണ് സംഘർഷണൻ, മനസ്സിൻ്റെ ദേവതയാണ് അനിരുദ്ധൻ, ബുദ്ധിയുടെ ദേവതയാണ് പ്രദ്യുമ്നൻ. ഇങ്ങനെ 4 അന്ധക്കരണത്തിൻ്റെ ഭാഗങ്ങൾക്ക് 4 ദേവതകളായിട്ടാണ് ആത്മീയത്തിൽ പറയുക. ഇപ്പോൾ ഭാഗവതത്തിലെ ആദ്യത്തെ ദിവസം സപ്താഹത്തിലും വരും നമസ്തേ വാസുദേവായ സംഘർഷണായ പ്രദ്യുന്നായാനിരുദ്ധായ സംഘർഷണായ എന്നും പറഞ്ഞിട്ട് നമസ്തേ വാസുദേവായ എന്ന് പറഞ്ഞിട്ട് 4 അനിരുദ്ധായ പ്രദ്യുമ്നായാനിരുദ്ധായ സംഘർഷണായ വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഈ 4 മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം സംഘർഷണായ അത് ചൊല്ലിയാൽ മനസ്സും ബുദ്ധിയും നേരെയാവും. അതുപോലെ തന്നെ ചിത്തവും അഹങ്കാരവും നേരെയാവും. ഈ അഹങ്കാരം എപ്പോഴും നല്ല നിലയ്ക്ക് വെച്ചാൽ കുഴപ്പമില്ല, ഞാനിതൊക്കെ നേരെയാക്കും, ഞാൻ അധർമ്മത്തിനെതിരെ ഞാൻ എപ്പോഴും പോരാടും, എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായിട്ട് ചെയ്യും, ഈ ഒരു അഹങ്കാരം നല്ലതാണെന്നാണ്. ഞാൻ അധർമ്മം അനുവദിക്കില്ല, ചെയ്യൂല. അങ്ങനത്തെ ഞാൻ അഹങ്കാരം നന്നാവാനാണ് സംഘർഷണായ എന്ന് ചെല്ലണത്. നമസ്തേ വാസുദേവായ എന്ന് ചെല്ലണത് എന്തിനാണ്? ചിത്തം ശുദ്ധാവാൻ, മനസ്സ് നേരെയാവാൻ നമസ്തേ അനിരുദ്ധായ, ബുദ്ധി നേരെയാവാൻ പ്രദ്യുമ്നായ നമ. അപ്പോൾ പ്രദ്യുമ്നായ നമ, അനിരുദ്ധാന്മ, വാസുദേവാന്മ, സംഘർഷണായ നമ. ഈ 4 ആര് ചെല്ലുന്നുണ്ടോ അവർക്കൊക്കെ മനസ്സും ബുദ്ധിയും ചിത്തവും അന്ധക്കരണം എന്ന് ഈ 4 പൊതുവേ പേര് പറയും. അത് നന്നാവാനാണ് ഈ ഒരു പ്രാർത്ഥന. പിന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. രുദ്രസ്തവം, രുദ്ര സ്തോത്രം എന്ന് പറയുന്നതിൽ രുദ്രഗീതം എന്നാണ് അതിന് പറയുക. വളരെ കാര്യങ്ങൾക്കൊക്കെ നല്ലതാത്രേ അത് ദിവസവും രുദ്രഗീതം ചൊല്ലുക, 47 ശ്ലോകം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നു. കുറേ ഭഗവാന്റെ സ്വരൂപ വർണ്ണന, കുറേ ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള വർണ്ണന, പിന്നെ ഭഗവത് ഭക്തി ഇല്ലാത്തവരുടെ അവസ്ഥ, ഇതൊക്കെ വർണ്ണിച്ചുകൊണ്ടുള്ള വിസ്തരിച്ചിട്ടുള്ള വലിയൊരു സ്തോത്രമാണ് രുദ്രഗീതം. അപ്പം അതിൽ എത്ര അക്ഷരമുണ്ടോ അത്രയും ലക്ഷം പ്രാവശ്യം ചെല്ലണം. അപ്പോൾ ഒരുപാട് കാലം പിടിക്കും. 3 ലക്ഷങ്ങൾ ജപിക്കാൻ വർഷങ്ങളോളം എടുക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ മുങ്ങി കുംഭകവൃത്തി അനുഷ്ഠിച്ചിട്ട് വേണം, ശ്വാസം മുട്ടുമല്ലോ, ഈ മന്ത്രം ജപിക്കാൻ. അപ്പോൾ അത്രയും കാലത്ത് ഈ ഭൂമിയിലൊന്നും ഉണ്ടായില്ല എന്ന് പറയണതൊരു ശരിയല്ലല്ലോ. ആ സമയത്താണ് നാരദ മഹർഷി ഈ പ്രജേരസ്തുകളുടെ അച്ഛനായ പ്രാചീന ബർഹിസിൻ്റെ കൊട്ടാരത്തിൻ്റെ സമീപത്ത് കൂടെ വരുന്നത്. അപ്പോൾ ആ നാരദനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു പ്രാചീന ബർഹിസ്. അത് മറുപടി പറയുകയാണ് രാജാവിനോട് നാരദൻ. ആ ഒരു കഥയാണ് പുരഞ്ജനോപാഖ്യാനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥ. ഭാഗവതത്തിലത് അധ്യായങ്ങളോളം വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇവിടെ അത് പറയണേ ഇല്ല. പുരഞ്ജനോപാഖ്യാനം കഥയെ ഇവിടെ വരുന്നില്ല. നാരദനിൽ നിന്ന് തത്വോപദേശം സ്വീകരിച്ചതെന്ന് അങ്ങോട്ട് പറഞ്ഞു പോയിരിക്കുക. 6 അധ്യായം വരുന്ന പുരഞ്ജനോപാഖ്യാനം എന്ന കഥയാണ് ശരീരത്തിനെ മുഴുവനും ഒരു കൊട്ടാരമാക്കിയിട്ട്, 9 ദ്വാരങ്ങളുള്ള കൊട്ടാരമാക്കിയിട്ട് ഉപമിച്ച് അതിൽ ജീവിക്കുന്ന രാജാവ് ആണ് ജീവൻ. ഒരു ശരീരം വിട്ട് വേറൊരു ശരീരം, ആ ശരീരം വിട്ട് വേറൊരു ശരീരം എന്ന് പല കൊട്ടാരങ്ങൾ തേടിപ്പോകുന്ന രാജാവിൻ്റെ കഥ ആയിട്ട് സദൃശപ്പെടുത്തി അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പുരഞ്ജനോപാഖ്യാനം കഥ. അപ്പം അങ്ങനെ ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരം, ആ ശരീരം വിട്ട് ഇനിയൊരു ശരീരം എന്നും പറഞ്ഞേ ജന്മജന്മാന്തരങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് എന്തൊരു കാര്യമാണുള്ളത്? വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, വീണ്ടും ദുഃഖം അനുഭവിക്കുക. അപ്പം അതിനൊക്കെ ഒരു സത്സംഗം കൊണ്ട് ഈ പ്രപഞ്ചത്തോടും ശരീരത്തോടുമുള്ള ആസക്തി വിട്ട് ഇനി ജനിക്കാത്ത അവസ്ഥയിലേക്ക് എത്തണം എന്നാണ് കഥയുടെ ആകപ്പാടെയുള്ള സാരം. ഇവിടെ ചെറിയ ശ്ലോകങ്ങളായതുകൊണ്ട് ഒരുപാട് ഒന്നും ഇതിനെപ്പറ്റി പറയാനില്ല. പ്രചേതസാം താവതയാചതാമഭിത്വമേവ കാരുണ്യപരാൻ വരാനദ. ഭഗവാൻ പ്രത്യക്ഷമായി
തപസ്സൊക്കെ ചെയ്തു. 8 ലക്ഷം തികഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായപ്പോഴോ ഒരു വരവും ഇവർ ചോദിച്ചില്ലെങ്കിലും ഭഗവാൻ വരം കൊടുത്തു. ഇവർക്കിപ്പോൾ എന്താ വേണ്ടത്? വിവാഹം കഴിക്കണം, മക്കളുണ്ടാവണം. അതാണ് പറഞ്ഞത്. ഭവത് വിചിന്താഭിശിവായ ദേഹിനാം ഭവത്വസോരുദ്രനുദിച്ച കാമത. നിങ്ങളെ ചിന്തിക്കുന്നവർക്കും കൂടി നന്മയുണ്ടാവും. നിങ്ങളെന്നെ ഭജിച്ച ഈ സ്തോത്രം ജപിച്ചവർക്കും സുഖമുണ്ടാവും. ഭവത്വസോ രുദ്രനുതി, അതിന് രുദ്രഗീതം എന്നാണ്, രുദ്രനുതി എന്ന് വേറൊരു പേര്. ഇതാരൊക്കെ ചൊല്ലിയിട്ടുണ്ടോ അവർക്കൊക്കെ സർവ്വഗുണങ്ങളും ഉണ്ടാവുമെന്നും പറഞ്ഞ് നിങ്ങൾക്ക് അസിക്കിനെ വിവാഹം കഴിക്കാറാവും. മാരിഷ കേട്ടോ, അസിക്കിനെയല്ല, മാരിഷ എന്ന് പറഞ്ഞിട്ടുള്ള വൃക്ഷപുത്രിയായിരിക്കും നിങ്ങൾക്ക് പത്നിയായിട്ട് വരിക. അതിൽ കൂടെ നിങ്ങൾക്ക് സൃഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് 2 ശ്ലോകം പറഞ്ഞത്. അങ്ങനെ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത്. പിതുസ്സൃക്ഷാ നിരതർച്യശാസനാൻ ഭവത്തപത്യാഭിരതാദശാഭിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തതൃശുർമനോഹരം തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാധൃത പ്രകാശമാദ്യ പുരപ്രചേതസാമുപാദിശത് ഭക്തതമസ്തവസ്തവം തവഞ്ചബന്ധസ്തമമീജലാന്തരേ. 4ാമത്തെ ശ്ലോകം. തവഞ്ചബന്ധസ്തമമീജലാന്തരേ ഭവന്തമാസേവിഷതായുധം സമാ ഭവസുഖാസ്വാദരസാദമീഷിയാൻ ബഭൂവകാലോ ധ്രുവവന്ന ശീഘ്രത. വളരെ കാലമെടുത്തു. ധ്രുവനെ പോലെ ശീഘ്രമായിട്ട് ഭഗവാൻ പ്രത്യക്ഷമായില്ല. ധ്രുവൻ്റെ മുമ്പിൽ 5 മാസം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു എങ്കിൽ ഇവിടെയോ വർഷക്കണക്കിനെടുത്തു. സ്തവഞ്ചബന്ധസ്തം, ആ സ്തവം അല്ലെങ്കിൽ സ്തോത്രം ചൊല്ലിക്കൊണ്ട് ജലാന്തരെ കുംഭകവൃത്തി അനുഷ്ഠിച്ചാൽ ഈ ശ്വാസം മുട്ടാതെ വെള്ളത്തിൻ്റെ ഉള്ളിൽ, അതിനൊക്കെ വിദ്യകളുണ്ട് പണ്ട്. ഭവന്തം ആസേവിഷതായുധം സമ, അനവധി വർഷക്കാലം അങ്ങയെ സേവിച്ച് ഭവസുഖാസ്വാദര സാധമീഷിയാൻ ബഭൂവ കാലോ ധ്രുവനെ പോലെ വേഗമായില്ല, വളരെ കാലം എടുത്തു. അങ്ങനെ അവർ തപസ് ചെയ്തു. ആ സമയത്താണ് നാരദൻ ഈ അച്ഛനായ പ്രാചീനവർഗത്തിൻ്റെ കൊട്ടാരത്തിൽ വരുന്നതും പുരഞ്ജനോപാഖ്യാനം എന്ന കഥ പറഞ്ഞു കൊടുക്കുന്നത്. ബാക്കി ഭാഗം പിന്നീടാവാം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.